ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക് എടുത്തിട്ട് സിലബസിലെ ഓരോ ടോപ്പിക് എടുത്തിട്ട്, അതായത് ഓരോ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ PYQ സീരീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള PYQs ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 048/2026 എന്ന് പറയുന്ന കോഡാണ് വരുന്നത്. ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യത്തെ സ്റ്റേജിൻ്റെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടാമത്തെ സ്റ്റേജിൻ്റെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. ശരിയാണോ? ശരിയാണല്ലേ. ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. അത് ശരിയാണ്. ഇനി 1524 വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു. അല്ലേ? അതും ശരിയാണ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഡി അൽമേഡ എന്ന് പറയുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. എപ്പോഴാണ് ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത്? ഏത് വർഷമാണ്? 1550 അച്ചടിശാലകൾ ആദ്യമായിട്ട് ഗോവയിൽ സ്ഥാപിച്ചത്. എവിടെയാണ്? ഗോവയിലാണ് ആദ്യമായിട്ട് അച്ചടിശാല വന്നത്. ഓക്കെ. 1524 വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു. അല്ലേ? പിന്നെ അതായത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു 1539 ആയപ്പോൾ. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ എന്ന് പറയുന്നു. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷാശാസ്ത്ര മേഖലയിലെ ആദിഭാഷ എന്ന കൃതി രചിച്ച വ്യക്തിയുടെ പേരെന്താണ്? ആദിഭാഷ പ്രാചീന മലയാളമൊക്കെ രചിച്ചത് ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അല്ലേ? 2 മാത്രമാണ് വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ആദിഭാഷ, അതുപോലെ തന്നെ ജീവകാരുണ്യ നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഡിലനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫായി മാർത്താണ്ഡവർമ്മ നിയമിച്ചു. ശരിയാണോ? ശരിയാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. അതും ശരിയാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഡിലനോയി തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫായി മാർത്താണ്ഡവർമ്മ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1841 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അല്ലേ? അതിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരുടെ മേലെ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ ഡച്ചുകാരെ തടവിൽ പിടിച്ചു. അങ്ങനെ ഡിലനോയി ആയിരുന്നു അതിൽ പ്രധാന പ്രശസ്തനായിട്ടുള്ള ഒരാൾ. അങ്ങനെ അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ പിന്നീട് സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. അതും ശരിയാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. ആയില്യം തിരുനാളിൻ്റെ കാലത്ത് തന്നെയായിരുന്നു.
അതുപോലെ തന്നെ 1867 ജന്മി കുടിയാൻ വിളംബരം. ജന്മി കുടിയാൻ വിളംബരം നടക്കുന്നത് 1867 ജന്മി കുടിയാൻ വിളംബരം നടക്കുന്നത്. അപ്പോൾ ഈ പണ്ടാരപ്പാട്ട് വിളംബരത്തിലൂടെ സർക്കാർ വക പാട്ടവസ്തുക്കൾ ഉണ്ടാവല്ലോ, ഈ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഈ വിളംബരം പ്രകാരം പണ്ടാര വക പാട്ടവസ്തുക്കൾ തലമുറ അനുഭവിക്കുവാനും കൈമാറ്റം ചെയ്യുവാനുള്ള അവകാശം ആർക്ക് ലഭിക്കുകയാണ്? കുടിയാന് ലഭിക്കുകയാണ്. അതാണ് അതിൽ പറയുന്നത്. അങ്ങനെ 1867 ജന്മി കുടിയാൻ വിളംബരത്തിലൂടെയാണ് ഇതിനൊരു സ്ഥിരത നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് വെച്ചാൽ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം കൊടുക്കുന്നതാണ്. അതിനുശേഷം ഈ ഒരു വിളംബര പ്രകാരം ഈ പാട്ടവസ്തുക്കളൊക്കെ തലമുറയായി അനുഭവിക്കുവാനും അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം കിട്ടുകയാണ്. അങ്ങനെ 1867 ജന്മി കുടിയാൻ വിളംബരത്തിലൂടെയാണ് ഇത് കൂടുതലായിട്ട് സ്ഥിരത വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. അല്ലേ സർ? CP രാമസ്വാമി അയ്യർ ചിത്തിര തിരുനാളാണല്ലോ 1936 ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ രാജാവ് എപ്പോഴും ചോദിക്കാറുണ്ട്, ആരാണ്? ചിത്തിര തിരുനാളാണ് അല്ലേ? ചിത്തിര തിരുനാളാണ്. അപ്പോൾ ചിത്തിര തിരുനാളിൻ്റെ പ്രമുഖ ദിവാനാണ് ആരെന്ന് പറയുന്നത്? CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയും ആര് തന്നെയാണ്? സർ CP രാമസ്വാമി അയ്യറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1580 അക്ബറിൻ്റെ കൊട്ടാരം സന്ദർശിച്ച ഒന്നാം ജസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? 1580 അക്ബറിൻ്റെ കൊട്ടാരം സന്ദർശിച്ച ഒന്നാം ജസ്യൂട്ട് മിഷനിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം. റുഡോൾഫ് അക്കോവിവ, ആൻ്റണി മോൺസെറാറ്റ്. 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല നൽകിയത്? 1946 ഇടക്കാല സർക്കാർ വരുന്നത്. അതിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല നൽകിയത്? ആർക്കായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് സി രാജഗോപാലാചാരി. അപ്പോൾ ആ സമയത്തെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ആഭ്യന്തരം ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നത് കൃഷി, ഭക്ഷ്യം കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൃഷി അതുപോലെ തന്നെ ഭക്ഷ്യം എന്നീ മേഖലകളിലെ ചുമതലകൾ ആർക്കാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനാണ്. ഇനി ലിയാഖത്ത് അലി ഖാൻ എന്തിന് ചുമതലയായിരുന്നു? ധനകാര്യം. ധനകാര്യത്തിനെയാണ് ലിയാഖത്ത് അലി ഖാൻ. ഇനി ഡോക്ടർ ജോൺ മത്തായി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അദ്ദേഹം ആ സമയത്ത് വരുന്നില്ല. നെഹ്റു ആയിരുന്നു കൗൺസിൽ വൈസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ വിദേശകാര്യമൊക്കെ നെഹ്റുവിനായിരുന്നു. ആഭ്യന്തരമാണെന്നുണ്ടെങ്കിൽ ആരാന്ന് പറഞ്ഞു? ആഭ്യന്തരമാണെന്നുണ്ടെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. കൃഷി ഭക്ഷ്യമാണെങ്കിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വിദ്യാഭ്യാസം കലയാണെങ്കിൽ സി രാജഗോപാലാചാര്യ. പ്രതിരോധമാണെങ്കിലോ ബൽദേവ് സിംഗ് ആയിരുന്നു പ്രതിരോധമാണെങ്കിൽ. ധനകാര്യം പറഞ്ഞു ലിയാഖത്ത് അലി ഖാൻ ആണ്. ഇനി തൊഴിലാണെങ്കിൽ ആരാണ്? ജഗജ്ജീവൻ റാം ആണ്. ജഗജ്ജീവൻ റാം. ഇനി റെയിൽവേ ഗതാഗതത്തിലൊക്കെ ആസഫ് അലി ആയിരുന്നു. വാണിജ്യമാണെങ്കിൽ ഇബ്രാഹിം ഇസ്മായിൽ. ആരോഗ്യം ഗസൻഫർ അലി ഖാൻ. നിയമം ജോഗീന്ദർ നാഥ് മണ്ഡൽ. ഖനനം ഊർജം CH ബാബ. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. സി രാജഗോപാലാചാരിയാണ് വിദ്യാഭ്യാസം കല. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൃഷി ഭക്ഷ്യം. അതിന് ആഭ്യന്തരം വാർത്താവിതരണം സംപ്രേഷണമൊക്കെ സർദാർ വല്ലഭായ് പട്ടേൽ. പ്രതിരോധം ബൽദേവ് സിംഗ്. ധനകാര്യം ലിയാഖത്ത് അലി ഖാൻ. തൊഴിൽ ജഗജ്ജീവൻ റാം. റെയിൽവേ ഗതാഗതം ആസഫ് അലി. വാണിജ്യം ഇബ്രാഹിം ഇസ്മായിൽ. ആരോഗ്യം ഗസൻഫർ അലി ഖാൻ. ഇനി നിയമം ജോഗീന്ദർ നാഥ് മണ്ഡൽ. ഖനനം ഊർജം CH ബാബ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1922 ഏകപ്രസ്ഥാനം ഡേഷിലാണ് നടന്നത്. ഏകപ്രസ്ഥാനം നടന്നത് എവിടെയാണ്? ഐക്യപ്രസ്ഥാനം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. ഔദ് മേഖലയിൽ. എവിടെയാണ്? ഔദ് മേഖലയിൽ. ഔദ് എന്ന് പറയുമ്പോൾ
ആൻസർ ഓപ്ഷൻ ബി ആണ്, യു പിയിൽ കേട്ടോ, യു പിയിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഔധ് മേഖലയിലാണ് ഇത് നടക്കുന്നത്. കർഷക മുന്നേറ്റം, അവിടുത്തെ കർഷക മുന്നേറ്റത്തെയാണ് ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. 1922 ഐക്യപ്രസ്ഥാനം നടക്കുന്നത്. 1920 എന്തായിരുന്നു, കിസാൻ സഭകൾ അല്ലേ, 1920 എന്തായിരുന്നു, കിസാൻ സഭകൾ രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ. 1922 ആയപ്പോൾ ഐക്യപ്രസ്ഥാനം, അതായത് ഈ ഒരു ഉത്തർപ്രദേശിലെ ഔധ് മേഖലയിലുള്ള കർഷക മുന്നേറ്റത്തെയാണ് ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. 1936 എന്തായിട്ട് മാറി, 1936 എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, അഖിലേന്ത്യാ കിസാൻ സഭയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സമരങ്ങളാണ്. തേബാഗ സമരം എവിടെയാണ്, ബംഗാളിലാണ് അല്ലേ, ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലോ. തേബാഗ സമരം വരുന്നത് ബംഗാളിലാണ്. ഇനിയും അതുപോലെ തന്നെ വരുന്നതാണ് തെലങ്കാന സമരം. തെലങ്കാന സമരം എവിടെയാണ്, തെലങ്കാന സമരം എവിടെയാണ്, ആന്ധ്രയിലാണ്. തെലങ്കാന സമരം വരുന്നത് എവിടെയാണ്, ആന്ധ്രയിലാണ്. അപ്പോൾ തേബാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം നടക്കുന്നത് എവിടെയാണ്, ആന്ധ്രയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ വാർധാ സ്കീം പ്രകാരം നയി താലിം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരാണ്? ഗാന്ധിജിയുടെ വാർധാ സ്കീം പ്രകാരം നയി താലിം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ സക്കീർ ഹുസൈൻ. 1937 ജൂണിലാണ് ഹരിജൻ പത്രത്തിലൂടെ ഗാന്ധിജി തൻ്റെ ഈ വിദ്യാലയം തുടങ്ങുന്നതിനുള്ള ഈ ആശയങ്ങളെ കുറിച്ചിട്ടൊക്കെ ലേഖനങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1937 വാർധയിൽ നടന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ രാഷ്ട്രത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി, ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്ത് ചെയ്യണം, സമർപ്പിക്കണം. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ കമ്മിറ്റിയിൽ 9 അംഗങ്ങളുണ്ടായിരുന്നു. ഈ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു, 9 അംഗങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ ഒരു ചരിത്ര ശാസ്ത്രകൃതി തോബക്കാത്ത് അൽ ഉമം എഴുതിയത് ആരാണ്? എന്താണ് തോബക്കാത്ത് അൽ ഉമം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഖാദി സ്വായിദ് അൽ അന്തലൂസി. അൽ അന്തലൂസി. അൽ ഉമം, തോബക്കാത്ത് അൽ ഉമം എഴുതിയതാരാണ്? ഖാദി സ്വായിദ് അൽ അന്തലൂസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? ആൻസർ വരുന്നത് ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷനിൽ പാരീസ് കമ്മ്യൂൺ തന്നിട്ടുണ്ട്. എന്താണ് പാരീസ് കമ്മ്യൂൺ? ഈ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം എന്ന് വെച്ചാലുണ്ടല്ലോ 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ അൾസേസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് തിരികെ പിടിക്കുന്നതിനായിട്ട് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിച്ചിരിക്കുന്നത് ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ്. നെക്സ്റ്റ് പാരീസ് കമ്മ്യൂൺ എന്ന് വെച്ചാൽ 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ്. ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് എന്ന് പറയുന്നത് പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായതാണ് ചോദിച്ചിരിക്കുന്നത് 1871. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം. ഒരു കാമ്പ് എന്ന് പറയുമ്പോൾ 2 കാമ്പുണ്ട് അല്ലേ, പുറക്കാമ്പുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അകക്കാമ്പുണ്ട് അല്ലേ. പുറക്കാമ്പുണ്ട്, അതുപോലെ തന്നെ എന്താണ്, അകക്കാമ്പുണ്ട്. പുറക്കാമ്പ് എന്ന് വെച്ചാൽ ദ്രവാവസ്ഥയിലാണ് അല്ലേ. പുറക്കാമ്പെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ദ്രവാവസ്ഥയിലാണ്, ഇനി അകക്കാമ്പാണെന്നുണ്ടെങ്കിൽ ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് ദ്രവാവസ്ഥയിലുമാണ്. മാൻഡിലിന് താഴെയായി കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്ത് നിക്കലും ഇരുമ്പും തുടങ്ങിയ മൂലകങ്ങൾ കാണപ്പെടുന്നു. ഇവിടെ ആന്തരിക കാമ്പിൽ നിക്കലും ഇരുമ്പും കാണപ്പെടുന്നു. അപ്പോൾ നിക്കലും ഇരുമ്പും എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നിക്കലും അതുപോലെ തന്നെ ഫെറം അല്ലേ, ഏതാ വരാ? നിഫിയാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, നിഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആന്തരിക കാമ്പിൽ എന്താണ്? നിക്കലും ഇരുമ്പും കാണപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
താഴെ പറയുന്ന വാതകങ്ങളിൽ ഏതാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും മീഥേനാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് മീഥേൻ ആണ് അല്ലേ? അപ്പം മീഥേനാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്. അപ്പം ഈ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവിൽ ഇവയാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ അളവ് കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആഗോള താപനം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത് ഏതാണ് ആൻസർ വരുന്നത്? ഐസോബാർ, ഐസോഹൈറ്റ്, ഐസോഹാലൈനുകൾ, കോണ്ടൂറുകൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോണ്ടൂറുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിഴക്കേ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? കിഴക്കേ റെയിൽവേയുടെ ആസ്ഥാനം വരുന്നത് ഏതാണ്? കൊൽക്കത്തയാണ് അല്ലേ? കൊൽക്കത്തയാണ് കിഴക്ക് റെയിൽവേയുടെ ആസ്ഥാനം വരുന്നത്, കൊൽക്കത്തയാണ്. സെൻട്രൽ ആണെങ്കിലോ? സെൻട്രൽ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? മുംബൈയാണ്. സെൻട്രൽ ആണെങ്കിൽ മുംബൈയാണ്. ഈസ്റ്റ് ആണെങ്കിൽ കൊൽക്കത്തയാണ്. ഈസ്റ്റ് സെൻട്രൽ ആണെങ്കിൽ ഏതാണ്? ഹാജിപ്പൂരാണ് അല്ലേ? ഇനി ഏതാണ്? നോർത്തേൺ എന്ന് പറയുമ്പോൾ ഏതാണ്? ഡൽഹി വരും അല്ലേ? നോർത്ത് ആണെങ്കിൽ ഡൽഹി വരും. ഗുവാഹത്തി എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ ഗുവാഹത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷിലെ ഒരു സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, M1 ആണ്. ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ് ഏതാണ്? M1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെ ഡേഷ് എന്ന് വിളിക്കുന്നു. പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നത്, അതായത് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, പ്രാഥമിക കമ്മി. പ്രാഥമിക കമ്മി എന്ന് വെച്ചാൽ എന്താണ്? ധനക്കമ്മി മൈനസ് പലിശ തിരിച്ചടവ്. ഓക്കെ, അപ്പോൾ ധനക്കമ്മി മൈനസ് പലിശ തിരിച്ചടവാണ് എന്ന് പറയുന്നത് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിന് എന്താണ് വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രാഥമിക കമ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതിനൊക്കെയാണ് ഊന്നൽ നൽകിയത്? ഘനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഘനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ പ്രാഥമിക കമ്മി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? പ്രാഥമിക കമ്മി ക്ലിയർ ആയില്ലേ? പ്രാഥമിക കമ്മി എന്ന് വെച്ചാൽ ധനക്കമ്മിയിൽ നിന്ന് പലിശ ഒടുക്കൽ കുറച്ചാൽ ലഭിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ മൊത്തം വായ്പാ ആവശ്യത്തിൽ സഞ്ചിത കടത്തിൻ്റെ പലിശ ബാധ്യത കൂടി ഉൾപ്പെടും. സർക്കാരിൻ്റെ മൊത്തം വായ്പ ആവശ്യത്തിൽ എന്ത് വരും? സഞ്ചിത കടത്തിൻ്റെ പലിശ ബാധ്യത കൂടെ വരും. നിലവിലുള്ള ധന അസന്തുലിതാവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഈ പ്രാഥമിക കമ്മി കണക്കാക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ എന്താണ് പ്രാഥമിക കമ്മി കണക്കാക്കുന്നതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? നിലവിലുള്ള ധന അസന്തുലിതാവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിലവിലെ ചെലവ് വരവിനേക്കാളും കൂടിയതിൻ്റെ ഫലമായിട്ട് വാങ്ങിക്കേണ്ടി വരുന്ന മതിപ്പ് വായ്പ കണക്കാക്കാൻ പ്രാഥമിക കമ്മി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. പ്രാഥമിക കമ്മി എന്ന് വെച്ചാൽ എന്താണ്? ഈ ധനക്കമ്മിയിൽ നിന്ന് പലിശ ഒടുക്കൽ കുറച്ചാൽ ലഭിക്കുന്നതാണ് എന്ന് പറയുന്നത് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിച്ചിട്ടുള്ളത് എന്താണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു അല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ എന്താണ് കൂടുതലും വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. മഹലനോബിസ് മോഡൽ എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത് അല്ലേ. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന് പറയുന്ന ലക്ഷ്യമൊക്കെ ഇതിനുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 1/5 നിലവിലെ വിലയിൽ സംഭാവന ചെയ്യുന്നു. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ്, അത് തെറ്റാണ് വരുന്നത്. അതുപോലെ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തെ തൊഴിൽ സേനയുടെ 50% താഴെയാണെന്ന് പറയുന്നു, അതും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ഇവ രണ്ടും എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ വിഹിതം എന്ന് പറയുന്നത് 20% താഴെയാണ്. എത്രയാണ്? 20% താഴെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയമനിർമ്മാണ ഉദ്ദേശത്തെ പ്രവർത്തന നയമാക്കി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിൻ്റെ പങ്ക് എന്താണ്? നിയമനിർമ്മാണ ഉദ്ദേശത്തെ പ്രവർത്തന നയമാക്കി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിൻ്റെ പങ്കാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നയനിർവഹണം. നെക്സ്റ്റ്, വിവരാവകാശ ചട്ടക്കൂടിൻ്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗര മേൽനോട്ടത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്? വിവരാവകാശ ചട്ടക്കൂടിൻ്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗര മേൽനോട്ടത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കണം അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രധാന വിവരങ്ങൾ ലഭ്യമാക്കുക. ഓക്കെ, പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ. അപ്പോൾ UN മനുഷ്യാവകാശ കമ്മീഷന് പകരമായി 2006 നിലവിൽ വന്ന സമിതിയാണ് ഈ ഒരു ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കാര്യങ്ങൾക്കായി നിലവിലുള്ള പ്രധാനപ്പെട്ട സമിതിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ലോകമെമ്പാടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ചർച്ച ചെയ്യുക, അവ പരിഹരിക്കാൻ ശുപാർശകൾ നൽകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, വിവര അസമമിതി. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. നെക്സ്റ്റ്, 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാൻഡ് നടപ്പിലാക്കിയത്? ഏത് ഭരണസമിതിക്കാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ, ADS. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പീയൂഷ് ഗോയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹേന്ദ്ര സിംഗ് ധോണി. 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക.
ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിം 2025 മഹേന്ദ്ര സിംഗ് ധോണി, 2024 നീതു ഡേവിഡ് കേട്ടോ. 2024 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? നീതു ഡേവിഡ്. ഇനി ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. വീരേന്ദർ സെഹ്വാഗാണ് 2023 ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ക്രിക്കറ്റ് താരം. നെക്സ്റ്റ് എന്താണ്? 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ അല്ലേ. അരവിന്ദ് പനഗിരിയാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. ശരിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത് അല്ലേ. ആർട്ടിക്കിൾ 280 ഇതിനെ കുറിച്ച് പറയുന്നത്, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവ രണ്ടും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേര് കേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മുസിരിസ്. ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര രചയിതാവിനുള്ള ഏറ്റവും സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ONV കുറുപ്പ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2007 ജ്ഞാനപീഠ പുരസ്കാരം 2010 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്. കേരള പുഷ്കിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരെയാണ്? ONV കുറുപ്പിനെയാണ് കേരള പുഷ്കിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ കുറേ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ രാമവർമ്മ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് കൂടുതൽ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. എത്ര തവണയാണെന്ന് അറിയോ? 14 തവണയാണ് അദ്ദേഹത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 2016 അവസാനമായിട്ട് മരണാനന്തരമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ശില്പി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കുൻവർസൻ ഗുപ്ത. ബാസ്കറ്റ് ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കഴിവാണോ, തന്ത്രമാണോ, അടവാണോ, ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഒരു കഴിവാണ്. ടെന്നീസിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലിയാണ്ടർ പേസ്. ഇന്ത്യക്ക് വേണ്ടി ടെന്നീസിൽ ആദ്യ ഒളിമ്പിക്സ് മെഡൽ നേടിയത് ലിയാണ്ടർ പേസ് ആണ്. ലിയാണ്ടർ പേസ് വെങ്കല മെഡൽ നേടിയത് അറ്റ്ലാന്റ ഒളിമ്പിക്സിലായിരുന്നു. തുടർച്ചയായി 7 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ഇന്ത്യൻ ടെന്നീസ് താരം കൂടിയാണ് ലിയാണ്ടർ പേസ്. കേരള കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരള കായിക ദിനം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഒക്ടോബർ 13. CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? കാർത്തിക തിരുനാൾ രാമവർമ്മയെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലുകളാണ് ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്ന് പറയുന്നത്. ശരിയാണ്. അതുപോലെ തന്നെ ധർമ്മരാജയിലും അതിനെ തുടർച്ചയായ രാമരാജ ബഹദൂറിലും രാജ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1, 3 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ CV രാമപിള്ളയുടെ ചരിത്ര നോവൽ രണ്ടാമത്തെ നോവലാണെന്ന് പറയുന്നത് ധർമ്മരാജ എന്ന് പറയുന്നത്. CV രാമൻപിള്ളയുടെ രണ്ടാമത്തെ നോവലാണ് ധർമ്മരാജ എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷമുള്ള തിരുവിതാംകൂർ ചരിത്രമാണ് ഇതിൽ പശ്ചാത്തലമാകുന്നത് കൂടുതലായിട്ട്. ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ധർമ്മരാജ, കാർത്തിക തിരുനാൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേശവപിള്ള, രാജാ കേശവദാസ് കണ്ടില്ലേ, രാജാ കേശവദാസ് ഉണ്ട്. പിന്നെ രാജാക്കുട്ടി, ഹരിപഞ്ചാനൻ, ആരൊക്കെയാണ്? രാജാ
കുട്ടി ഹരിപഞ്ചാനൻ, രാജാക്കുട്ടി ഹരിപഞ്ചായൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രാമരാജ ബഹദൂർ അല്ലേ. രാമരാജ ബഹദൂർ ഈ പരമ്പരയിലെ അവസാനത്തതും ഏറ്റവും വലുതുമായിട്ടുള്ള നോവലാണ് രാമരാജ ബഹദൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പരമ്പരയിൽ തന്നെ ഏറ്റവും അവസാനത്തെയാണ് എന്ന് പറയുന്നത് രാമരാജ ബഹദൂർ എന്ന് പറയുന്നത്. ഈ രാമരാജ ബഹദൂറിൽ രാമരാജ ബഹദൂറിൽ കേന്ദ്ര കഥാപാത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇവിടെ രാജാ കേശവദാസ് ഉണ്ട്, അതുപോലെ തന്നെ പെരിഞ്ചക്കോടൻ. പെരിഞ്ചക്കോടൻ, മാണിക്യ ഗൗണ്ടർ, അതുപോലെ കേശവൻ ഉണ്ണിത്താൻ എന്നിവരൊക്കെയാണ് ഇതിൽ വരുന്നത്, ഈ രാമരാജ ബഹദൂറിൽ വരുന്നത്. അതായത് ധർമ്മരാജയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നോവലാണ് എന്ന് പറയുന്നത് രാമരാജ ബഹദൂർ എന്ന് പറയുന്നത്. ഈ രാമരാജ ബഹദൂറിലും ആദ്യം തന്നെയാണ് രാജാ കേശവദാസ് ആണ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെരിഞ്ചക്കോടൻ, മാണിക്യ ഗൗണ്ടർ, കേശവൻ ഉണ്ണിത്താൻ എന്നിവരൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതാണ്? കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. ശരിയാണ്. ഇനി പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം തിക്കോടിയൻ എന്നാണ്. പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം തിക്കോടിയൻ എന്നാണ്. ശരിയാണ്. ഇനി കോവിലൻ, ഇ.ജി. ഫിലിപ്പിൻ്റെ തൂലികാനാമമാണ് കോവിലൻ എന്ന് തന്നിരിക്കുന്നത്. നമുക്കറിയാം കോവിലൻ ആരുടേതാണ്? വി.വി. അയ്യപ്പൻ്റേതാണ് അല്ലെ. വി.വി. അയ്യപ്പൻ്റേതാണ് കോവിലൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 1, 2 ആണ് ഇവിടെ ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഏതാണ്? ബാലനാണ് അല്ലേ. ആദ്യത്തെ ശബ്ദചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ബാലനാണ്. അപ്പോൾ ഇവിടെ തിരക്കഥാകൃത്ത് ആരാ വരുന്നത്? തിരക്കഥാകൃത്ത് വരുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, മുതുകുളം രാഘവൻ പിള്ള. അപ്പം മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമാണ് ബാലൻ. 1938 പുറത്തിറങ്ങിയത്. ബാലൻ സിനിമയിലെ നായിക M.K. കമലമാണ്. ബാലൻ സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആരാണ്? എസ് നൊട്ടാണിയാണ് സംവിധാനം ചെയ്തത്. തിരക്കഥയും ഗാനങ്ങളും രചിച്ചത് ആരാണ്? മുതുകുളം രാഘവൻ പിള്ളയാണ്. മലയാളത്തിൽ രണ്ടാമത്തെ ശബ്ദചിത്രം ഏതാണ്? ജ്ഞാനാംബികയാണ് രണ്ടാമത്തെ ശബ്ദചിത്രം. അപ്പോൾ ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണ്. 1938 പുറത്തിറങ്ങിയത്. നായിക M.K. കമലം. അതുപോലെ തന്നെ ബാലൻ സിനിമ സംവിധാനം ചെയ്ത ആരാണ്? എസ് നൊട്ടാണിയാണ്. തിരക്കഥാകൃത്ത് ചോദിക്കുകയാണെങ്കിൽ മുതുകുളം രാഘവൻ പിള്ളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? ആൻസർ ഓപ്ഷൻ സി ആണ്, കല്ലിൽ ക്ഷേത്രം. ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ദളിത് മലയാളി വനിത. ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ അല്ലേ. ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരുവിതാംകൂറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ദാക്ഷായണി വേലായുധനാണ് പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ ദളിത് വനിത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന മെമ്മറി ടൈപ്പുകളെ അവയുടെ ശരിയായ ഉപയോഗവുമായി പൊരുത്തപ്പെടുത്തുക. ഡി റാം എന്ന് പറയുന്ന ഒരു പ്രധാന മെമ്മറിയാണ്. എസ് റാം ക്യാഷ് മെമ്മറി. ഇനി ബയോസ് എന്ന് വെച്ചാൽ ഏതാണ്? ബയോസ് എന്ന് വെച്ചാൽ റോമിൽ സ്ഥിരമായി ശേഖരിച്ചു രജിസ്റ്ററുകൾ CPU-യുടെ പ്രവർത്തന മെമ്മറിയാണ്. D4. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. A2 B1 C3 D4. ക്യാഷ് മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? പ്രൊസസ്സറിനും റാമിനും ഇടയിലുള്ള ചെറുതും എന്നാൽ വളരെ വേഗതയേറിയുമായ മെമ്മറിയാണെന്ന് പറയുന്നത് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പ്രോസസ്സിന് റാമിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ വായിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് എഴുതാനൊക്കെ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഡാറ്റയുടെ കോപ്പി എവിടെ ഉണ്ടോ നോക്കും, ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ നോക്കും. ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ നോക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ വേഗം തന്നെ ക്യാഷ് മെമ്മറിയിൽ നിന്ന് വായിക്കും. ഇത് റാമിനേക്കാളും എത്രയോ മടങ്ങ് വേഗതയേറിയതാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? പ്രോസസ്സറിനും റാമിനും ഇടയിലായിട്ടുള്ള ഏറ്റവും ചെറുതാണ് എന്നാൽ വളരെ വേഗതയുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഈ ക്യാഷ് മെമ്മറിയിലാണ് ഈ ഡാറ്റ നിർദ്ദേശങ്ങളൊക്കെ
സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും കൂടുതലായിട്ട്. നല്ല സ്പീഡ് ഇപ്പോൾ വേഗത്തിൽ ലഭ്യമാക്കാനായിട്ട് ഇതിൽ ഡാറ്റയും നിർദ്ദേശങ്ങളൊക്കെ അടിക്കടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പ്രൊസസ്സറിൽ നിന്ന് എന്തെങ്കിലും റാമിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ചെക്ക് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയിലായിരിക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടോ എന്ന് നോക്കും. ഡാറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം കിട്ടും അല്ലേ. അതാണ് ക്യാഷ് മെമ്മറിയുടെ ഉപയോഗം. ഇനി സെക്കൻഡറി മെമ്മറി അല്ലാന്നുണ്ടെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ എന്താ? സ്ഥിര സ്വഭാവമുള്ളവയാണ്. അതായത് റാമിലെ ഉള്ളടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുകയാണെങ്കിൽ ഇവിടെ സംഭരിച്ചിട്ടുണ്ടാകുന്ന വിവരങ്ങൾ വൈദ്യുതി, അതായത് നമ്മൾ കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഓഫായി പോകില്ല, നശിച്ചു പോകുന്നില്ല. പിന്നെ 2 തരം റാമാണുള്ളത്. ഏതൊക്കെയാണ്? ഡൈനാമിക് റാമും സ്റ്റാറ്റിക് റാമും. എന്താണ് റോം എന്ന് വെച്ചാൽ ഒരു സ്ഥിര മെമ്മറിയാണ്. ഇതിൽ വിവരങ്ങൾ എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. പവർ ഓഫ് ആയാൽ വിവരങ്ങൾ നഷ്ടപ്പെടില്ല. അപ്പോൾ റോം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരമായി ശേഖരിക്കുന്നതെന്ന് പറയാം അല്ലേ. കാരണം എന്താണ്? അവിടെ ഇപ്പോൾ കറണ്ട് പോയാലും, അതായത് പവർ ഓഫ് ആയാലും അവിടെ വിവരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നേരെ ഓപ്പോസിറ്റാണ് റാം എന്ന് പറയുന്നത്. വൈദ്യുതി നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ റാമിലെ വിവരങ്ങൾ നഷ്ടപ്പെടും, റോമിലെ വിവരങ്ങൾ നഷ്ടപ്പെടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്? വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാനായിട്ട് ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്? ഗേറ്റ്വേ ആണ് ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗേറ്റ്വേ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ലോഗിൻ ക്രെഡൻഷ്യലുകൾ ശേഖരിക്കുന്നതിന് ഒരു സൈബർ കുറ്റവാളി ഒരു ബാങ്കിൻ്റെ പോർട്ടലിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു. ഈ പ്രവർത്തനം ഡാഷ് ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിഷിംഗ് ആണ് വരുന്നത്. ആൻസർ ഏതാണ്? ഫിഷിംഗ് ആണ് വരുന്നത്. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം വ്യക്തി വിവരമോഷണമാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ വെബ്സൈറ്റുകളുടെ മാച്ചായിട്ട് അതുപോലെ തന്നെ തോന്നുന്ന രീതിയിൽ ഈ URL ഹോം പേജൊക്കെ നിർമ്മിക്കും. എന്നിട്ട് അതിൽ യൂസർ നെയിമും പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ഈ ഫിഷിംഗ് അല്ലെങ്കിൽ ഒക്കെ നടത്തുന്നത്. ഇങ്ങനെ വരുന്ന ഫിഷിങ്ങിനെ നമുക്ക് ഇതൊന്നും കൂടെ പറയാം, സ്പൂഫിംഗ് എന്നും പറയാം. ഓക്കെ, ഇങ്ങനെ വരുന്ന ഷിഫിങ്, ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണത്തിന് നമുക്ക് എന്ന് പറയാം സ്പൂഫിംഗ് എന്നും പറയാം. അപ്പോൾ ഇത് വഴിയാണ് യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് പണം തട്ടിയെടുക്കുന്നത്. അപ്പോൾ വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ ഒരു സൈബർ കുറ്റവാളി ഒരു ബാങ്കിൻ്റെ പോർട്ടലിനോട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം അതിൻ്റെ മാച്ചായിട്ടുള്ള ഹോം പേജ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന പേജ് ഉണ്ടല്ലോ, അത് സെയിം തന്നെ നമ്മളെ ബാങ്കിൻ്റെ ഒക്കെ തന്നെയായിരിക്കും, അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽസ് ചോദിക്കും, നമ്മൾ അവിടെ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഡാറ്റ ഒക്കെ ഒരു ശേഖരിച്ചു അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ കാശും പോയി. അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ ഒരു മോഷ്ടിച്ചിട്ട് പണം തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമുക്ക് ഇന്നും കൂടെ പറയാം. ഇങ്ങനത്തെ ഫിഷിങ്ങിൽ ഏത് വിഭാഗമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പൂഫിംഗ് എന്നും പറയാം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് പ്രധാനമായി നേടിയെടുക്കുന്നത് ഏത് വഴിയാണ്? ആൻസർ വരുന്നത് മൾട്ടി ടാസ്കിംഗ് ആണ്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ്, ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ഒരു ചിത്രത്തിൻ്റെ വ്യക്തത ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ചിത്രത്തിൻ്റെ വ്യക്തത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് മൊത്തം വരുന്നുണ്ട്. സ്ക്രീൻ റെസൊല്യൂഷൻ, ഡോട്ട് പിച്ച്, പുതുക്കൽ നിരക്ക്. സ്ക്രീൻ റെസൊല്യൂഷൻ, ഡോട്ട് പിച്ച്, പുതുക്കൽ നിരക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നവയിൽ ഏതാണ് ശാസ്ത്രം ഒരു ചലനാത്മക പ്രക്രിയയാണെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ള വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയും. നെക്സ്റ്റ്, STIP 2020 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ദേശീയ STI നിരീക്ഷണാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. ഇത് STIയുമായി ബന്ധപ്പെട്ട ഡാറ്റയുടെ കേന്ദ്ര ശേഖരമായി പ്രവർത്തിക്കും. ഇത് തെളിവ് അടിസ്ഥാനമാക്കിയുള്ള നയരൂപീകരണത്തെ പിന്തുണയ്ക്കും. ഇന്ത്യയിലെ വിഭവ കമ്മിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. മഴയുടെ സ്ഥലപരവും ഋതുപരവുമായ വിതരണത്തിലെ അസമത്വം ജലക്ഷാമത്തിന് കാരണമാകുന്നു. ഭൂഗർഭജലത്തിൻ്റെ അമിതമായ ചൂഷണം ഇന്ത്യയുടെ ജലക്ഷാമം വഷളാക്കി.
നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത്. ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമായി വികസിപ്പിക്കുക. പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരികൾ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 3 ആണ്. പൊതുജനാരോഗ്യ സംരക്ഷണം ആരോഗ്യ സേവനങ്ങളുടെ തുല്യമായ വിതരണം പ്രോത്സാഹിപ്പിക്കുന്നു. പൊതുജനാരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന തത്വമാണ് സമൂഹ പങ്കാളിത്തം എന്ന് പറയുന്നത്. അതാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് GK ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.